40 സെൻറ്റ് സ്ഥലത്ത് വരുന്ന ഒരു താമര കൊണ്ടുവറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ടുകളായിട്ടാണ് കേട്ടോ അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട് അപ്പുറത്തെ സൈഡിലുള്ള 2 തടങ്ങളിൽ നിന്നായിട്ട് നമ്മൾ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു സൈഡിൽ 2 തടങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തടത്തിലുള്ള വലിയ തടമാണ് ഇപ്പോൾ നമ്മൾ വറ്റിക്കുന്നത്. അതിനുശേഷം അപ്പുറത്തൊരു തടം കൂടി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെയും നമ്മൾ വറ്റിച്ച് മീൻ പിടിക്കും. അപ്പോൾ ഈ ഒരു തടത്തിൽ ഇത് ഏകദേശം വെള്ളം വറ്റി വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ മീനുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പെടയുന്നത് കാണാനുണ്ട്. അപ്പോൾ നമ്മളെ ഓരോ സുഹൃത്തുക്കൾ ഇത് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു തടത്തിൽ നല്ല രീതിയിൽ മീനുകളെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു മോന് അത് ആ ഒരു താമരയുടെ ഇലയൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അത് വരാലുകൾ കിടന്ന് ഇളകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ ഉമ്മർ അതെ അവിടെ എന്തോ ഒരു മീനെ കണ്ടിട്ടുണ്ട്. ആ ഒരു കൈവലയിലോട്ട് കോരി എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വരാൽ ബാക്കിലോട്ടാണ് കേട്ടോ വന്നത്. ബാക്കിലോട്ട് വന്നത് ആ ഒരു താമരയുടെ ഇലകളുടെ ഒക്കെ മുകളിലൂടെ അത് ചാടി പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മറും അതിന് ബാക്കിൽ തന്നെ ഫോളോ ചെയ്തത് പോകുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തോട്ട് വന്നാൽ നമ്മളെ സിദ്ധിയാക്കിയും മറ്റുള്ളവരെല്ലാവരും നല്ല രീതിയിൽ മീനുകൾ അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ട്. സിദ്ധിയാക്ക് അത് സിലോപ്പിയൊക്കെ കോരി എടുക്കുന്നുണ്ട് ആ ഒരു കൈവലയിലോട്ട്. അപ്പം ഇനി നമുക്ക് ഇവരെ രസകരമായിട്ടുള്ള മീൻപിടുത്തവും അതുപോലെ മീൻപിടുത്തം കാണാൻ വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരും അതുപോലെ മീൻ പിടിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആ ഒരു തമാശ പറച്ചിലും അതൊക്കെയാണ് ആ ഒരു മീൻപിടുത്തത്തിൻ്റെ വൈബ്. അപ്പോൾ അതൊക്കെ ആയിട്ട് രസകരമായിട്ടുള്ള ഒരു മീൻപിടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം. സൈസുള്ള ഒരു വരാലത് കയറി നല്ല സൈസുള്ള വരാലാട്ടാ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ സിദ്ധിയാക്ക് എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ താമരയുടെ ഇലക്ക് ഇങ്ങനെ മാറ്റി അതെ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനെയോ പിടിച്ചിട്ടുണ്ട്. നോക്ക് എന്താന്ന് അത് മെല്ലെ പൊക്കുന്നുണ്ട് കേട്ടാ. അത് നമ്മളെ സിദ്ധിയാക്ക് അടിപൊളി വരാലാട്ടാ. സൈസുള്ള വരാല്. ഇപ്പൊ കിട്ടിയ 2 കണ്ണനാട്ടാ. അതെ വേറെ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. ഇതടുത്തത് കിട്ടിയ വരാലുകളൊക്കെ അത് ഈ ഒരു വലയിൽ നിന്ന് ഈ ഒരു വലയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ തടത്തിൽ ചെറിയ തോതിൽ വീണ്ടും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ ഈ ഒരു പമ്പ് സെറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ പമ്പ് സെറ്റ് ഇതേ നമ്മളെ റസാഖൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സിദ്ധിയാക്കാൻ്റെ കയ്യിലുള്ള ഈ ഒരു പമ്പ് സെറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ഒരു പമ്പ് സെറ്റാണ്. സിദ്ധിയാക്ക കുഴിയൊക്കെ വറ്റിച്ച് പിടിക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പ് സെറ്റാണ് കേട്ടോ ഈ ഒരു പമ്പ് സെറ്റ്. ഇതിൽ നിന്ന് വെള്ളം ചെന്ന് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 5.5-6 മീറ്ററോളം ലെങ്ത്തിലാണ് ഇതിൻ്റെ വെള്ളം ചെന്ന് ചാടുന്നത്. അപ്പോൾ അത്രയും ഫോഴ്സിൽ വെള്ളം തള്ളുന്ന നല്ലൊരു അടിപൊളി ഒരു ഹെവി സൈസ് ഒരു പമ്പ് സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തടത്തിലുള്ള വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ ഈ ചാലിലൂടെ വരാലുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതായത് നല്ല സൈസുള്ള ഒന്ന് ഇങ്ങനെ കയറി വന്നതാണ് കേട്ടത്. അപ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് ഈ ഒരു മോനിത് കൈവല കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പിടിക്കുമ്പോൾ അത് ഈ ഒരു സൈഡിലോട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു ഭാഗത്ത് അതുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അയലൊക്കെ അതെ ആ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനത് ആ ഒരു കൈവല എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു ചാലിലൊക്കെ മീനുകൾ ഇളകുന്നത് കാണാം. അപ്പോൾ അത് ഇവിടെയുള്ള ഈ ഒരു ഇല ഇങ്ങനെ മാറ്റുന്നുണ്ട്. അത് അവിടെ വല വെച്ച് അതിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സൈസുള്ളൊരു വരാലാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ മീനുകളൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഉവൈസ് അവിടെ എന്തോ ഒന്ന് തട്ടിയിട്ടിട്ടുണ്ട് മുകളിലോട്ട് നോക്കുക. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വരാലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുടത്തിലോട്ട് ഇട്ടിട്ടുണ്ട്.
അടുത്ത് വന്ന് കേറിയിട്ടുണ്ട്. എല്ലാരും കൂടി മുക്കിട്ട് മോള് പോരട്ടെ ഞാൻ മോളാ അടുത്ത് വന്നത് മോനെ ഇതൊക്കെ കണ്ടില്ലേ? അടിപൊളി വരാല് നമ്മളെ ഈ സുഹൃത്ത് പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ മീൻപിടുത്തം. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നിന്ന് ഈ ഒരു സൈസുള്ള വരാലിനെ കയ്യിലൊതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. നമ്മളെ ശ്രീധരേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. മൂപ്പരാൾ ആ ഒരു മീൻ പിടുത്തവും അതുപോലെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര രസമാട്ടോ. അപ്പോൾ ആ ഒരു കിട്ടിയ വരാലിന് ആ ഒരു കുടത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു കുടത്തിൽ ഒതുങ്ങുന്നില്ല. ആ ഒരു സൈസുള്ളൊരു വരാലാണ് കേട്ടോ ഇപ്പോൾ കയറിയത്. ചെറിയ കോടാണ് പോവാണെങ്കിൽ നമ്മള് തലക്കെ അതിനിടയിൽ നമ്മളെ ബിലാലും ഉമ്മറും അവിടെ വേറെ ഒന്നിനെ കൂടി കയറ്റിയിട്ടുണ്ട് ആ ഒരു വലയിലോട്ട്. സൈസ് നല്ല നാട് മാനോട് വന്ന് പോയിട്ട് എന്താ പാട് ചോദിച്ചു എന്നോട് വെള്ളം വച്ചപ്പോ എല്ലാമാരും ചാടിക്കോളൂ. ഞാൻ വിളിക്കണ പിടിക്കാൻ പറ്റൂല, നിങ്ങൾ പിടിക്കൂല, ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. ഞാനെന്നെ ഇറങ്ങേണ്ടി വരും. പറ്റൂലയുടെ പോലെ കൊണ്ട് പറ്റൂല. എന്തൊക്കെ പറ്റൂ കൊട്ടയ്ക്ക് കട്ടുള്ളൂ. ഞാൻ പിടിച്ചോളാം. അട്ടാളേ അടുത്ത് വന്ന് ഓടി കയറിയിട്ടുണ്ട്. ഇതിന് ചെറുതുണ്ടാണോ പിടിക്കാനേ? ഇതിന് ചെറുത് രണ്ടെണ്ണുണ്ട്.
തട്ടണ ചെക്കായി പോയിട്ട് കുടിച്ചാൽ പോകും. അമ്മക്കാക്ക് വെച്ചാൽ അമ്മക്കാക്ക് എൻ്റെ ഒരു കാരണമില്ലല്ലോ ശ്രീമാനി ഓൻക്കുന്നത് എനിക്ക് എന്റെ മുന്നിലല്ലേ കരയുള്ളത്, ഇവന് ഇങ്ങോട്ട് തട്ടാൻ നിക്കണേ. നേരക്കണം ഞാൻ ഇറക്കണം മോൻ ചേറ് വാങ്ങിക്ക് എപ്പോഴും പൊങ്ക വെട്ടി CBI ആണെങ്കിൽ തമർത്തി പല്ലാറ്റി പോവോ? ഇങ്ങോട്ട് പോരാ. അടിപൊളി വരാലോട്ടെ ഗൈസ് കയറി വരുന്നത്. ഇത് അടുത്ത് വന്ന് അത് തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒന്ന് കയറിയിട്ടുണ്ട്. അടിപൊളി വരാലുകളാ. അടുത്തത് ആവേശകരമായിട്ടുള്ള പിടുത്താണ്. ബിലാല് പിടിക്കില്ല ഞാൻ പറഞ്ഞേ. അവിടെ കിടന്നോട്ടാ ഓടിയില്ല തിരിച്ച് സുഖം ഉണ്ടാവില്ല വന്നു കഴിഞ്ഞാല്. ഉള്ളിയോ അപ്പന്റെ ചെറിയാള് അടുത്തൊരു വരാല് അടിപൊളി വരാലോട്ടെ ഗൈസ്. അടിപൊളി വരാല ഗൈസ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ ആ ഒരു കുടത്തിലോട്ട് ഇട്ട് ആ ഒരു കുടം ഫുള്ളാകുമ്പോൾ ഇതുപോലെ ആ ഒരു കൈവലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു തടപ്പം കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഇതിൽ നിന്ന് പിടിക്കാണ്ട് കൊട്ടക്കോല് സൈസ് വരാലുകളും ഒക്കെ ആയിട്ട് അവർ പിടിച്ച് കിട്ടുന്ന മീനുകളൊക്കെ ആ ഒരു കുടത്തിലോട്ടും അതുപോലെ വലയിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തടത്തിൻ്റെ ആ ഒരു ഭാഗത്തൊരു ചെറിയൊരു തടം കൂടി ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചാല് പോലുള്ള ഭാഗത്തുള്ള ഒരു താമരയുടെ ഇലയൊക്കെ വെട്ടി കിട്ടുന്ന മീനുകളൊക്കെ പിടിച്ച് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു തടത്തിൽ വെള്ളം കുറവാണ്. അപ്പോൾ അവിടെ ഫുട് വാൾവ് വെച്ച് വെള്ളമൊക്കെ അടിച്ചത് ഏകദേശം വാർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വാരുമ്പോൾ തന്നെ കാണാം വരാലുകളൊക്കെ നമ്മളെ ബിലാലിൻ്റെ മടിയിലോട്ടൊക്കെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഒക്കെ സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നത് മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന മീനുകളൊക്കെ ആ ഒരു കുടത്തിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു കൊട്ടക്കോല് എന്നൊക്കെ പറയുന്ന സൈസ് വരാലുകളാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു വലയിലോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബിലാൽ ബ്രോ വേറെ അടുത്ത് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുട എടുത്ത് അതിലോട്ടത് പെറുക്കി ഇടുകയാണ് ചെറുവക മീനുകളൊക്കെ. അപ്പോൾ മറ്റ് രണ്ട് സുഹൃത്തുക്കൾ ആ ഒരു താമരയുടെ ഇലക്കെ ഇങ്ങനെ മാറ്റി അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തും അതേ താമരയുടെ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റി ഇവർ 3 പേര് ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തപ്പുന്നുണ്ട്. അപ്പോൾ അതേ ചെറുവക മീനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ കുടത്തിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കിട്ടുന്ന മീനുകളൊക്കെ. അപ്പോൾ അതേ ഒരു വരാലതെ അങ്ങോട്ട് പോയി ഇവിടെ തപ്പിയപ്പോൾ അപ്പോൾ അതിനത് ബിലാൽ ബ്രോ പിടിച്ചിട്ടുണ്ട്. അവർ കുടത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അത് അടുത്ത് നിന്ന് അത് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു തോണി ഉണ്ട്. ആ ഒരു തോണിയുടെ ഗ്യാപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളെ ശ്രീധരന് നല്ലൊരു അടിപൊളി ഒരു വരാല് കിട്ടിയിട്ടുണ്ട്. തോണിയിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ അതായത് വരാലിനാര് കുടത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത അത് ഉമ്മറിൻ്റെ അടുത്ത് നിന്നൊക്കെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പഴയ ഒരു തോണി, ഇതൊരു താമര കായലാണ്. അപ്പോൾ ഈ കായലിൽ താമരയൊക്കെ പൊട്ടിക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന തോണിയാണ്. അത് ഉപയോഗിക്കാതായി ചേറിനടിയിൽ പെട്ടതാണ് കേട്ടോ. പഴയൊരു തോണിയാണ്.
അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെയാണ് നല്ല രീതിയിൽ മീനുകളുണ്ട്. അപ്പോൾ ആ ഒരു തോണിയൊക്കെ ഇവിടെ ഇളക്കി ഇങ്ങനെ മാറ്റുന്നുണ്ട്. അതിൻ്റെ ഓരോ പറ്റം കണ്ട് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പീസുകളായിട്ട് ഇത് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ ഒരു സൈസുള്ള ഒന്ന് നമ്മളെ ശ്രീധരേട്ടൻ ഇപ്പോൾ പിടിച്ചത്. അപ്പോൾ അതിൻ്റെ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. റിവേഴ്സ് ചാളി പൊളിക്കണ്ട. ഗൈസ്, അപ്പം മീൻപിടുത്ത പരിപാടികൾ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഇത് ഓരോരുത്തരായിട്ട് ഇതിന് തൊട്ടപ്പുറത്തുള്ള ആ ഒരു കുഴിയിൽ ചാടി മേലും കൈയൊക്കെ കഴുകി റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണണം. അപ്പോൾ മീനുകളാക്കിയിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അതേ പിടിച്ചിട്ടുള്ള കംപ്ലീറ്റ് മീനും കൊടുന്നാക്കിയിട്ടുള്ളത് ഈ ഒരു താർപ്പായിലാണ് കേട്ടോ. അത് കൂടാതെ ഇവിടെ താഴെ അതാ കുറച്ച് സിലോപ്പികളൊക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഡെഡായത് സെപ്പറേറ്റ് മാറ്റി വെച്ചത്. അതുപോലെ ഇവിടെ മറ്റൊരു പാത്രത്തിൽ ഇവിടെ കുറച്ച് പൊരിക്കുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ 2 കടൂന കാണാം. അപ്പോൾ ഈ ഒരു കുഴി വെറ്റിച്ചിട്ട് ആകെ 2 കടൂനായിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വരാലുകളാണ്. അപ്പോൾ ഈ ഒരു താർപ്പായിൽ ഓലകളൊക്കെ വെച്ചിട്ടുണ്ട് മീനുകൾ ചാടാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ താർപ്പായിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി ആ ഒരു ഓല മാറ്റുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാൻ കഴിയും എത്രത്തോളം മീൻ വരുത്തി ഒരു കുഴി വെറ്റിച്ച് കിട്ടിയെന്ന്. അതുപോലെ ഒരു താർപ്പായ വെച്ചിട്ടുള്ള ഭാഗം ഒരു താന്നിട്ടും പൊന്തിയിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ ആ ഒരു താഴ്ചയുള്ള ഭാഗത്താണ് കംപ്ലീറ്റ് മീൻ ഒരു അരുവിലോട്ട് വന്ന് ലോഡായി കിടക്കുകയാണ്. അപ്പോൾ ആ നിൽക്കുന്ന ആ മീനിൻ്റെ അടിയിലോട്ടൊക്കെ മീനുകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള വരാലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ല സൈസുള്ള വരാലുകളും അതുപോലെ ചെറിയ സൈസുള്ളതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും മീനാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് കിട്ടിയ മീനുകളൊക്കെ ഇവർ 3 ഷെയർ ആക്കും. അതായത് കുഴിയുടെ ഉടമക്കൊന്ന്, അതുപോലെ നമ്മൾ അബുവക്കാക്കൊരു ഷെയർ, അതുപോലെ സിദ്ധിയാക്കാക്കൊരു ഷെയർ, അങ്ങനെയാണ്. അതിന് മുന്നേ പിടുത്തക്കാർക്കുള്ള ഓരോരുത്തർക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ഓരോരുത്തർ ഇത് ചാക്കോണ്ടൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അബുവക്കതെ ഓരോരുത്തർക്കുള്ള ഓരോ ഓരികളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഏകദേശം ഒരു 4-5 കിലോക്കൊക്കെ മുകളിൽ മീൻ ഓരോരുത്തർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊരു 8-10 പിടുത്തക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇവർ 3 ഷെയർ ആക്കുക. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഇതിൽ നിന്നിപ്പോൾ എത്ര കിലോളം മീൻ കിട്ടി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നമ്മൾ അബോക്കാനെ ചോദിച്ചു നോക്കാം. അപ്പോൾ അബോക്ക എന്താണ് ഒക്കെ കൂടി ഇപ്പോൾ എത്ര മീൻ എത്ര ഉണ്ടാവും? മീനൊരു 1.5 കിൻഡൽ മീനുണ്ടാവും. 1.5 കിൻഡൽ അല്ലേ എല്ലാം കൂടി? അതിൽ വലിയ സൈസ് ഒരു 25 സൈസ്, വലിയ സൈസ് പറഞ്ഞാൽ ഈ ഒരു 20 പീസ് ഉണ്ടാവും. 20 പീസ് ഉണ്ടാവും. ആ ഇതേ സൈസ് ഒരു 1.5-2 സൈസ്. ഒരു 20 പീസോളം ഉണ്ടാവും. ഇതിലുള്ള പിന്നെ മീനൊക്കെ ഇപ്പോൾ പണിക്കാർ 10-15 അവർക്കൊക്കെ കൊടുത്തതിന്റെ ബാക്കിയുള്ള മീനാണിത്. ഇതല്ലേ? പണിക്കാർക്ക് ഇപ്പോൾ കുറച്ച് കൊടുത്തല്ല ബാക്കിയുള്ളത്. ഇതിപ്പോൾ കുഴി എടുത്തതൊക്കെ എത്ര എങ്ങനെ പൈസ? ഞങ്ങൾ പിന്നെ ഒരു 50-50 എന്നുള്ള രീതിയിലാണ് ഈ കുഴി എടുത്തിട്ടുള്ളത്. പൈസ കൊടുത്തല്ല. അതായത് മീൻ പിടിക്കണ നിങ്ങൾ പിടിക്കും? പിടിക്കുന്നത് നമ്മളും പിന്നെ കുഴീൻ്റെ ആൾക്കാർക്ക് അതിൻ്റെ വീതം കൊടുത്തിട്ടുള്ള അവരെത്തിയിട്ടില്ല. അപ്പൊ എന്നാലും ഈ കുഴി പിടിച്ച് നിങ്ങൾക്ക് മുതലായിട്ടില്ലേ സംഭവം? പിടിച്ചതിനുള്ള മുതൽ കിട്ടിയില്ലേ? അൽഹംദുലില്ലാ, എത്ര കിട്ടിയാലും കുഴിയിലൊന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമാണല്ലോ. അത്യാവശ്യം ഒരു മര്യാദ മീനൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.